എന്താണ് COPD? COPD എന്നാൽ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമിനറി ഡിസീസ്, അതായത് കാലക്രമേണ ശ്വാസകോശത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു അസുഖമാണ് COPD. നമസ്കാരം, ഞാൻ ഡോക്ടർ സമീർ, കൺസൾട്ടൻറ്റ് പൾമിനോളജിസ്റ്റ്, എടപ്പാൾ ഹോസ്പിറ്റൽ. ഇന്ന് ഞാൻ COPD എന്ന രോഗത്തെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ആർക്കൊക്കെയാണ് COPD വരാൻ സാധ്യതയുള്ളത്? സ്ഥിരമായി 40 വയസ്സിന് മുകളിലുള്ള ആൾക്കാരിലാണ് COPD കണ്ടുവരുന്നത്. അതിൽ 90% പുകവലി ഉള്ള ആൾക്കാരിലാണ് ഇത് കാണുന്നത്. പിന്നെ സ്ത്രീകളിൽ സാധാരണ വിറകടുപ്പുകൾ ഉപയോഗിക്കുന്നവരിലും ഇത് കണ്ടുവരുന്നു. ജോലി സ്ഥലങ്ങളിൽ പുക, പൊടി എന്നിവ സ്ഥിരമായി കൊള്ളുന്ന ആൾക്കാരിലും ഇത് കണ്ടുവരുന്നുണ്ട്. ഇതല്ലാതെ പുക വലിക്കുന്ന ആൾക്കാരുടെ കൂടെ വീട്ടിൽ താമസിക്കുന്നവരോ അല്ലെ അവരുമായി അടുത്ത് ഇടപഴകുന്ന ആൾക്കാരിലോ ഇത് കണ്ടുവരുന്നുണ്ട്. അവർക്ക് COPD രോഗം കാലക്രമേണ വരാനുള്ള സാധ്യത കൂടുതലാണ്. എന്തൊക്കെയാണ് COPDയിലെ രോഗലക്ഷണങ്ങൾ? സാധാരണ ചുമ, കഫക്കെട്ട്, കിതപ്പ് എന്നിവയാണ് COPDയിലെ പ്രധാന രോഗലക്ഷണങ്ങൾ. നമ്മൾ എങ്ങനെയാണ് ഒരാൾക്ക് COPD ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നത്? അതിന് പ്രധാനമായി ഈ രോഗലക്ഷണമുള്ള ആൾക്കാർ ഡോക്ടറെ കാണാൻ വരുമ്പോൾ നമ്മൾ ആദ്യമായി നെഞ്ചിൻ്റെ ഒരു എക്സ്റേ എടുത്തു നോക്കുകയും അതിൽ വേറെ ഇൻഫെക്ഷൻ എന്നുള്ള രീതിയിലുള്ള ഒന്നും ഇല്ലെങ്കിൽ PFT അഥവാ പൾമിനറി ഫങ്ഷൻ ടെസ്റ്റ് എന്നൊരു ടെസ്റ്റ് ചെയ്താണ് നമ്മൾ COPD ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നത്. PFT ടെസ്റ്റിൽ നമ്മൾ ശക്തമായി ശ്വാസം വെളിയിലേക്ക് ഊതുകയും അകത്തോട്ട് വലിച്ചെടുക്കുകയും ചെയ്യുന്നു. ഇതുകൊണ്ട് നമുക്ക് നമ്മുടെ ശ്വാസകോശത്തിൻ്റെ കപ്പാസിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നിർണ്ണയിക്കാൻ പറ്റുന്നു. ഇതിലൂടെ നമുക്ക് ഒബ്സ്ട്രക്ഷൻ, റെസ്ട്രിക്ഷൻ എന്നീ അസുഖങ്ങൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് COPDയുടെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നതിന് മുന്നേ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് COPD ഉണ്ടാകാൻ കാരണമായ കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. പുകവലിക്കുന്നവർ പുകവലി നിർത്തുക. അതല്ലാതെ നമ്മുടെ വീട്ടിലോ നമ്മുടെ കൂട്ടുകാരോ ആരെങ്കിലും പുകവലിക്കുന്നുണ്ടെങ്കിൽ അവരെ അഡ്വൈസ് ചെയ്ത് പുകവലി നിർത്തലാക്കാൻ സഹായിക്കുക. അതേപോലെ തന്നെ വിറകടുപ്പ് ഉപയോഗിക്കുന്നവർ അത് നിർത്തലാക്കുക. നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ പൊടി, പുക എന്നിവ ഉണ്ടെങ്കിൽ അത് എക്സ്പോഷർ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ മാസ്ക് ഉപയോഗിക്കുക എന്നിവയാണ് നമ്മൾ ചെയ്യേണ്ടത്. ട്രീറ്റ്മെൻറ്റിൽ മെയിനായിട്ട് നമുക്ക് വരുന്നത് ഇൻഹേലേഴ്സ് ആണ്. ഇൻഹേലേഴ്സ് എന്ന് പറഞ്ഞാൽ ശ്വാസം വലിച്ചെടുക്കുന്നതിലൂടെ കിട്ടുന്ന മരുന്നിനെയാണ് ഇൻഹേലേഴ്സ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് നമ്മുടെ PFT ചെയ്ത് അതിൻ്റെ സിവിയറിറ്റി അനുസരിച്ചിട്ടാണ് നമ്മൾ ഏത് ഇൻഹേലേഴ്സ് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത്. അസുഖത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ കൂടുതലുള്ളവർക്ക് ഇൻഹേലേഴ്സ് അല്ലാതെ തന്നെ നെബുലൈസേഷൻസ്, ഓക്സിജൻ്റെ അളവ് കുറവുള്ള ആൾക്കാർക്ക് ഓക്സിജൻ സപ്പോർട്ട് തെറാപ്പി, അതേപോലെ തന്നെ ചില പേഷ്യൻസിന് അഡ്മിഷൻ ആയതിനു ശേഷം നോൺ ഇൻവേസീവ് വെന്റിലേഷൻ അല്ലെങ്കിൽ മെക്കാനിക്കൽ വെന്റിലേഷനും വേണ്ടി വരാറുണ്ട്. 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് COPD ഉള്ളവർക്ക് നമ്മൾ വാക്സിനേഷൻസ്, അതായത് മെയിൻ 2 ആയിട്ടാണ് ഉള്ളത്. ഒന്ന് ഇൻഫ്ലുവൻസ വാക്സിൻ, ന്യൂമോകോക്കൽ വാക്സിൻ എന്നീ വാക്സിൻസും എടുക്കുന്നത് നല്ലതാണ്. ഇതല്ലാതെ നമ്മുടെ ക്രോണിക് ആയിട്ടുള്ള പേഷ്യൻസിന് പൾമിനറി റീഹാബിലിറ്റേഷൻ അഥവാ നമ്മുടെ എക്സസൈസസ്, അതായത് നമ്മുടെ ലങ്സ് കപ്പാസിറ്റീസ് ഇംപ്രൂവ് ചെയ്യാനുള്ള എക്സസൈസസ്, അതോടൊപ്പം തന്നെ ന്യൂട്രീഷൻ, അതായത് പ്രോട്ടീൻ കൂടുതൽ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കേണ്ടതും ആവശ്യമാണ്. COPD എന്ന് പറഞ്ഞത് തികച്ചും പ്രിവെൻറ്റബിൾ ആയിട്ടൊരു ഡിസീസാണ്. മെയിനായിട്ട് സ്മോക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നവരെ നമ്മൾ അഡ്വൈസ് ചെയ്ത് അത് സ്റ്റോപ്പ് ചെയ്യാൻ നമ്മൾ അവരെ സഹായിക്കണം. അതുപോലെ തന്നെ നമ്മുടെ രോഗലക്ഷണങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഡോക്ടറിൻ്റെ സഹായം തേടുക. പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. താങ്ക് യു.